കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ കോട്ടക്കുന്നിൽ പോയത്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്, പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനുള്ള മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടില്ല. ലാസ്റ്റ് അമ്മയുടെ ഭീഷണി പ്രകാരം ഞാൻ ഇന്ന് വീഡിയോ ഇടുകയാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടക്കുന്നിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോകാൻ ഏകദേശം അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കേട്ടോ. മലപ്പുറം ടൗണിൽ തന്നെയാണ് കോട്ടക്കുന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് കോട്ടക്കുന്നിൻ്റെ ഗേറ്റ്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറുന്നത്. ഈ ഗേറ്റിലൂടെ വരികയാണെങ്കിൽ നമുക്ക് വണ്ടി മുകളിൽ വരെ കൊണ്ടുപോകാൻ നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 10 രൂപയും പിന്നെ വണ്ടിക്കുള്ള ചാർജുമാണ്. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എത്തി. നല്ല തിരക്കായിരുന്നു. ഒരു സൺഡേ ദിവസമായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇനി ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റടിച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ആ ബാക്കിൽ കാണുന്നതൊക്കെ കുട്ടികൾക്കുള്ള പാർക്കാണ്. നിവി ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. അപ്പം ഇങ്ങനെ നിവിനെയും കൊണ്ട് നടക്കാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകുമ്പോൾ കുറേ ആളുകളും കുട്ടികളൊക്കെ ഉണ്ടാവും. നിവിക്കും നല്ലൊരു സന്തോഷമാവുമല്ലോ. അങ്ങനെ പാർക്ക് ഞങ്ങൾ കയറാതെ അപ്പുറത്തെ സൈഡിലൂടെ നടന്ന് പോവാണ്. ഓരോന്ന് കണ്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കുട്ടികളും ഉണ്ടായിരുന്നു, കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ 3D സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഞങ്ങൾ കയറിയില്ല. നിവീനെയും കൊണ്ട് ഇപ്പം അമ്മയും ബേബിയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയൻ നിതിൻ ചിരിച്ചുകൊണ്ട് പോകുന്ന കണ്ടോ? അതിൻ്റെ അർത്ഥം എൻ്റെ വീഡിയോ എങ്ങാനും ഇട്ടാൽ നിൻ്റെ 3 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കട്ടാക്കും. അതായത് അവനും അവൻ്റെ ഫ്രണ്ട്സും. അതാണ് ആ ചിരിയുടെ ഉദ്ദേശം. ആ ഭീഷണി ചിരിയായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ പാർക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. വൈകുന്നേര സമയത്തൊക്കെ കോട്ടക്കുന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല കാറ്റായിരിക്കും. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മിറാക്കിൾ ഗാർഡൻ ഉണ്ട്. അവിടെ കയറാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് മിറാക്കിൾ ഗാർഡൻ. നല്ല രസമാണ്. ഞാൻ ആദ്യമേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ബേബിയും കയറിക്കോട്ടെ എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. പക്ഷേ അമ്മയും ബേബിയും പറഞ്ഞു ഞാനും കയറണം, വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കയറി. നിവിയുടെ കൂടെ നിതിൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിതിൻ അവിടെ സീറ്റിലിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കയറി. ഇതിനകത്തോട്ട് കയറാൻ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 60 രൂപ. അപ്പോൾ മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ. ചെടികളൊക്കെ നല്ല പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഐ ലവ് കോട്ടക്കുന്ന്. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുവിധം കയറി വരുന്നവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്തോറും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ വീണ്ടും കാണാം. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടും അതൊക്കെ നടത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മിറാക്കിൾ ഗാർഡനിൽ തന്നെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വീടുകളും സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടും എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് പഴയൊരു വീടാണ്. അവിടെ പഴയ റാന്തലും പിന്നെ മീൻ വെക്കുന്ന കൊട്ടയും അതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. പിന്നെ അവിടെ കുറേ പഴയ വായനശാല, കാളവണ്ടി, പഴയ ബിൽഡിങ്, അങ്ങനെ ആ രീതിയിലുണ്ടായിരുന്ന ഒരു പഴമയുടെ തീം വെച്ചുണ്ടാക്കിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്താണിക്കല്ല് പോലുള്ള കല്ലിൻ്റെ അവിടെ ഒരു കർഷകൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ അച്ചച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അച്ചച്ചേൻ്റെ കട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിമ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം തൊട്ടും അതിനോട് ഇങ്ങനെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ തീമിലുള്ള വേറെ കുറേ ബിൽഡിങ്സൊക്കെ കണ്ടു. ഇവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ കാളവണ്ടീൻ്റെ തീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിവിക്ക് കാളനെ കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ. അവൻ കരഞ്ഞു. കാളനെ തൊടാൻ പറഞ്ഞിട്ടൊന്നും അവൻ തൊട്ടില്ല കേട്ടോ. അവൻ കരഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ നടന്നു. പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒന്നും തൊടാനോ പറിക്കാനൊന്നും പാടില്ല. കുറേ നടന്നപ്പോൾ നിവി ക്ഷീണിച്ച് അവൻ വെള്ളം കുടിച്ച്. മിറാക്കിൾ ഗാർഡനകത്ത് തന്നെ ഒരു മരുഭൂമി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതാണ് കാണാൻ പോകുന്നത്. അവിടെ 2 ഒട്ടകവും എണ്ണപ്പനയും അതേപോലെ അവിടെ ഇരിക്കുന്നൊരു സ്ഥലമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഇരിക്കുന്ന സ്ഥലം. അതിനകത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് കയറേണ്ടത്. ഞങ്ങളവിടെ കയറി ഇരുന്നൊന്നുമില്ല. പിന്നെ ഇത് എണ്ണപ്പന. ഒട്ടകത്തിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ കയറ്റിയിരുത്തുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിവി പേടി ഉണ്ടായിരുന്നു നിവിക്ക്. അവങ്ങനെ ചെറുതായിട്ട് പക്ഷേ ഒട്ടകത്തിനെ തൊട്ടു. അവൻ കാളനെ തൊട്ടത് പോലുമില്ല. ഒട്ടകത്തിന് എന്തോ ഭാഗ്യത്തിൽ തൊട്ടു. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മേമ ഇട്ടില്ല. സൈക്കോ മേമ അവനെ അവിടെ ഇരുത്തിയപ്പോൾ പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. എന്നാലും ചിണുങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. മരുഭൂമിയിൽ അത്രേ കാണാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി മിറാക്കിൾ ഗാർഡനിൽ ഇറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. കുറേയൊക്കെ കണ്ടു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ ഇരിക്കാം, ഫോട്ടോ എടുക്കാം, അത്രേ ഉള്ളൂ. ഇരുടായതുകൊണ്ട് ഞങ്ങൾ അധിക സമയമൊന്നും നിന്നില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോഴും അവിടെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഞങ്ങൾ കോട്ടക്കുന്നിൻ്റെ മെയിൻ എൻട്രൻസ് കയറി വരുന്ന ആ വഴിയുടെ അടുത്തി. ഇവിടെയാണ് നമുക്ക് ഉപ്പിലിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങിച്ചു. 2 സെറ്റ് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിച്ചു. ഉപ്പിലിട്ട പൈനാപ്പിൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പൈനാപ്പിൾ മാത്രം വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഒന്നും വാങ്ങിക്കേണ്ട ഉപ്പിലിട്ടെന്നും വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അവിടെ. അത് വാങ്ങിക്കാൻ പോയി. 2 വാങ്ങിച്ചു. അതിനകത്ത് മസാലയൊക്കെ തേച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു. നല്ല ചൂടോടെ അത് കഴിച്ചു. ഈ സമയത്ത് നിവിക്ക് പഴം കൊണ്ടുവന്നിരുന്നു. അതും എടുത്തു. അപ്പോഴേക്കും ഞങ്ങളുടെ സ്വീറ്റ് കോൺ റെഡിയായി. നല്ല ചൂടോടെ ഞങ്ങൾ 2 4 പീസാക്കി. അങ്ങനെ പീസാക്കിയതാണ്. ഞാൻ എൻ്റെ അത് വേഗം കഴിച്ചു. എന്നിട്ട് നിവീനെടുത്തു. എന്നിട്ട് ബാക്കിയുള്ളവർ കഴിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുകൊണ്ടിരിക്കുകയാണ്, സ്വീറ്റ് കോൺ അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഉപ്പിലിട്ടതാണ് വേണ്ടത്. ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട പേരയ്ക്ക, അതൊക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും വാങ്ങിയില്ലല്ലോ, എനിക്ക് അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും നിവിയും കൂടെ ചിൽഡ്രൻസിൻ്റെ സൈക്കിൾ പാർക്ക് ഉണ്ട്, അവിടെ വരെ ഒന്ന് പോയി. അപ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള സൈക്കിളുകളും കാറിന് ഷേപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഓടിക്കാനുള്ള. അത് വലിയൊരു റോഡ് പോലെയാണ്. ആ റോഡിലൂടെ അങ്ങനെ കുട്ടികൾക്ക് ഓടിച്ചു പോവാം. അതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് മെയിൻ എൻട്രൻസിലൂടെ അങ്ങനെ കയറി വരുന്ന വഴി. സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറി വരാൻ ആഗ്രഹമുള്ളവർക്ക് കാർ താഴെ നിർത്തിയിട്ട് സ്റ്റെപ്പ് കയറി വരാം. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മറ്റേ വഴി കൂടെയാണ് വന്നത്. ഇനിയിപ്പോൾ അമ്മ ബേബീനെ പറഞ്ഞയക്കുകയാണ്, മാങ്ങ വാങ്ങിക്കുക, ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കുക, അത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മേനോട് തന്നെ പോയി വാങ്ങാൻ പറയണോള്. അങ്ങനെ 2 പേരും കൂടെ പോയാണ്ട് ഉപ്പിലിട്ട് വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നു. നിവി അതിലെ പരസ്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ വാങ്ങി വരുന്നുണ്ട്. ഇപ്രാവശ്യം വാങ്ങിയത് മാങ്ങയും ഉപ്പിലിട്ട പേരയ്ക്കായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ നിൽക്കുന്ന കണ്ട, ഈ പിള്ളേരുടെ ഒരു കാര്യം, ഞാനൊന്നും ഇറങ്ങിയില്ലേ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് 2 വട്ടം വാങ്ങാനുള്ള ഫുൾ മാസ്റ്റർ മൈൻഡും അമ്മേൻ്റെ ആയിരുന്നു. അമ്മേൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്താ സന്തോഷം. ഞാൻ വിചാരിച്ച സാധനം തന്നെ കിട്ടി. ആ സന്തോഷം കണ്ടോ മുഖത്ത്? ഇപ്രാവശ്യവും പൈനാപ്പിളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയും പൈനാപ്പിളും പേരയ്ക്കയും വാങ്ങിച്ചു. അപ്പോൾ ബേബി ഇങ്ങനെ നിധിന് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിവി ഒന്ന് കൈയിട്ടു. അപ്പോൾ അത് ഞങ്ങൾ കഴുകി കൊടുത്തു. അവന് വേണ്ടിയിട്ട് പോപ്കോൺ വാങ്ങിച്ചായിരുന്നു. അവന് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് അത് കൊടുത്തു. ബാക്കിയെല്ലാം ഞങ്ങൾ കഴിച്ച്.
പിന്നെ ഇനി കുറച്ച് സമയം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു മണ്ഡപമുണ്ട്, അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിരുന്നു. നിവിയാണെങ്കിൽ അവിടെ മുട്ടൂത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം അവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു ഞങ്ങൾ. അതിനുശേഷം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴാണ് ഇവിടെ ഇലക്ട്രിക് കാർ കണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ആഗ്രഹം അതിനകത്ത് കയറണം. പക്ഷെ അമ്മയ്ക്ക് കയറാനല്ല, ഞങ്ങളാരെങ്കിലും കയറണം. അങ്ങനെ നിതിനും ബേബിയും നിവിയും കൂടെ ഇലക്ട്രിക് കാറിനകത്ത് കയറി. എന്നോട് കയറാൻ കുറേ പറഞ്ഞു, പക്ഷേ എനിക്കിതിൻ്റെ കൺട്രോൾ അറിയാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. നിതിൻ കയറി ലാസ്റ്റ്. അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു നിവി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, കരയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന്. പക്ഷേ അവൻ എന്തോ ഇതിലും വലിയ കാർ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്നും മൈൻഡാക്കാതെ വലിയ സുഖത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് അവൻ്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റത്തെ ഡ്രൈവിങ്ങിന് ശേഷം അവർ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നു വരുമ്പോൾ കുട്ടികൾക്കുള്ള പാർക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള ബോട്ടിംഗ് കേട്ടോ. അപ്പോൾ അതും കണ്ടു. പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ചെറിയ കുട്ടികൾ വന്നാൽ ഇവിടെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക കേട്ടോ. കുറേ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. ആ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് 3 ബോൾ എറിഞ്ഞാൽ അത് വീഴുകയാണെങ്കിൽ ഒരു ഡോളിനെ കിട്ടുമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നിതിനും ബേബിയും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ബേബി ട്രൈ ചെയ്തു. ബേബീൻ്റെ 3ഉം അതിനകത്ത് വീണില്ല. പക്ഷേ ഇവൾ എറിയുന്നത് കണ്ടിട്ട് നിവി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ആ ബോളിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു എറിയുന്നത് കണ്ടിട്ട്. ബേബീൻ്റെ തോൽവിക്ക് ശേഷം അടുത്തത് നിതിനിറങ്ങി. നിതിനെങ്കിലും ഒന്ന് വീഴ്ത്തും ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ അവനും തോറ്റു. അങ്ങനെ 2 തോറ്റമ്പികൾ അടുത്ത ലക്ഷ്യം തേടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ അടുത്തത് കണ്ട് സിപ്പ് ലൈനും സൈക്ലിങ്ങും. അപ്പോൾ അവിടെ കയറാമെന്നുള്ള പ്ലാനായി. ഞാനും ബേബിയും സൈക്ലിങ്ങും അമ്മ സിപ്പ് ലൈനും ആയിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് അത് കയറുന്ന സ്ഥലത്തോട്ട് പോവുക. ഈ ടവറിൻ്റെ മുകളിൽ വരെ കയറണം. സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് വഴി എല്ലാവരും കയറി. മുകളിലെത്തിയപ്പോൾ തന്നെ അമ്മ ക്ഷീണിച്ചു, ആകെ തല കറങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ സൈക്ലിങ്ങിൻ്റെ അതാട്ടോ റെഡിയാക്കിയത്. ബേബീനെ ഫസ്റ്റ് റെഡിയാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ബേബി ആയിരിക്കും ഫസ്റ്റ് പോവുകയെന്ന്. പിന്നെ സെക്കൻഡ് എന്നെ റെഡിയാക്കി. ഞാനിപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇത് ഫുൾ സേഫ് ആണല്ലോ അല്ലേ, വീഴൊന്നുമില്ലല്ലോ. അങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒരു ആവേശത്തിന് സൈക്ലിങ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഓരോന്നിടുമ്പോഴും ചോദിക്കുന്നുണ്ട്, ഇത് സേഫാണല്ലോ അല്ലേ, വീഴൂലല്ലോ, വീണാൽ എന്താ ചെയ്യണ്ടേ, സൈക്കിളിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ റെഡിയായി. വിക്ടറി എന്നൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ധൈര്യമുള്ള കുട്ടിയെന്ന്. അല്ല, ഞാൻ പേടിച്ചിട്ടാണ് വിക്ടറി ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ആദ്യം ഞാൻ കയറിയിരുന്നു സൈക്കിളിൽ, അതിനുശേഷം ബേബി കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു ബേബീനെ ഫസ്റ്റ് അയാൾ വിടുമായിരിക്കും എന്ന്. പക്ഷെ അല്ല, അവരാദ്യം എന്നെയാണ് തള്ളി വിട്ടത്. 2 പേരും കയറിയതിന് ശേഷം അയാൾ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സൈക്കിൾ ഇങ്ങനെ ഓട്ടിയാൽ മതി, അങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ചവിട്ടൊന്നും നിർത്തേ ചെയ്യരുത്, ചവിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാണ്ട് അയാൾ എന്നെ പിടിച്ച് ഉന്തി തന്നു. ഞാൻ അയ്യോ, എൻ്റെ ആ സമയത്ത് എൻ്റെ അനുഭവം, ഞാൻ ബേബീനെ പോലും നോക്കിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ആങ്ങി ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരുമാതിരി വട്ടി പിടിച്ച പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ചിരിച്ചത് എനിക്കറിയില്ല, പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അമ്മേൻ്റെ വാക്ക് മാറി. അമ്മ കയറുന്നില്ല, അമ്മയ്ക്ക് പേടി, എങ്ങാനും വീണാലോ അമ്മേൻ്റെ ബോധം പോവും, പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കയറിയില്ല. ആ സമയത്ത് നിതിനെ കയറ്റി അമ്മ. എന്നിട്ട്
അപ്പം നിധി ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ് അമ്മ കയറുന്നില്ല എന്ന്. ഇപ്പം അവനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോൻ്റെ പെർഫെക്ഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും. അമ്മേൻ്റെ കൈയൊക്കെ കാണുന്നുണ്ടാവും. അങ്ങനെ നിധി റെഡിയായി. അവന് സിപ്പ് ലൈൻ കയറ്റി. സിപ്പ് ലൈനും സൂപ്പറായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സിപ്പ് ലൈൻ ആയാലും സൈക്ലിംഗ് ആയാലും അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. ആദ്യത്തെ തവണ നമുക്ക് നല്ല പേടിയുണ്ടാവും, പക്ഷേ രസമായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു രസം നമുക്ക് മനസ്സിലാവും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി പരിപാടിയൊന്നുമില്ല, ഇനി വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്, ചെയ്യാത്തതിന് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാം. ഇപ്രാവശ്യം എനിക്കൊരു പേടിയായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും കയറും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ എന്തായാലും കോട്ടക്കുന്നിൽ വന്നിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം അടിച്ചു പൊളിച്ചു. സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ളൊരു കഫേ ഉണ്ട്, പ്ലാനറ്റ് കഫേ കോട്ടപ്പടിയില്ലേ, അവിടെ കയറി. ഇവിടുന്ന് ഞങ്ങൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബണ്ണും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. ആ ബണ്ണ് ചൂടോടെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ കാറിലിരുന്നിട്ട് അത് കഴിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവുക. അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പറഞ്ഞപ്പോൾ മോങ്ങത്തുള്ള ലാംലൂമിൽ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്ത് വാങ്ങിക്കുകയാണെങ്കിലും പാത്രത്തിൻ്റെ ആ സെക്ഷൻ എത്തുമ്പോൾ അമ്മ ഒന്ന് സ്റ്റക്കാവും. അങ്ങനെയുള്ള സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണിത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.